ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിൽ മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ചിലർ സ്ഥലം കയ്യേറിയ സാഹചര്യത്തിലാണ് ഇടപെടൽ നടത്തിയതെന്ന മുരളീധരന്റെ ന്യായീകരണം. പ്രസ്താവനയിലൂടെയാണ് കെ മുരളീധരൻ പ്രതികരണം നടത്തിയത്. പല ആളുകളെങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. നൌഫൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൌഫൽ, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കണം മുരളീധരന്റെ യു ടേൺ അടി. ആര്യ, തീർച്ചയായും അത് തന്നെയാണ്. മന്ത്രി കെ മുരളീധരൻ ഈ പൊതിച്ചോറ് വിഷയത്തിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെയും പത്തനംതിട്ടയിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജുകളിൽ, കോമ്പൗണ്ടുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൊടിയും പതാകയും കൊണ്ട് കയറാൻ അനുവദിക്കില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ആഹാരം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന രീതിയിൽ ഉള്ള ഒരു പ്രസ്താവനയാണ് വന്നിരുന്നത്. എന്നാൽ വലിയ പ്രതിഷേധം അതിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് നാം കണ്ടതാണ്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ഇന്ന് രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടില്ല മന്ത്രി പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത്. അതായത് എക്കാലവും ഡിവൈഎഫ്ഐയും അതുപോലെയുള്ള ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ വിശപ്പിന്റെ കാര്യത്തിൽ രാഷ്ട്രീയവും മതവും ഒന്നും തന്നെയില്ല. വിശപ്പാണ് പ്രധാനം, മനുഷ്യത്വമാണ് പ്രധാനം എന്ന് പറയുന്നുണ്ട്. അതേ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രിയും ന്യായീകരിച്ചിരിക്കുന്നത്. അർഹതപ്പെട്ടവന് ഭക്ഷണം കിട്ടണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ ന്യായീകരണം. ആലപ്പുഴയിൽ ഉണ്ടായ ഒരു ചെറിയ വിഷയം, അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് മന്ത്രി. അതായത് വലിയ പ്രതിഷേധമുണ്ടായി, അതിന് കീഴ്പ്പെട്ട് മാറേണ്ട ഒരവസ്ഥ മന്ത്രി കെ മുരളീധരൻ എന്തായാലും വന്നിട്ടുണ്ട്. ഈ പ്രതിഷേധം എന്തായാലും ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം ഇന്ന് കൈരളിയിലൂടെ പ്രേക്ഷകരെല്ലാം തന്നെ കണ്ടതാണ്. ഇതിനെതിരെയുള്ള വലിയ രോഷവും ജനങ്ങളുടെ പ്രതികരണവും കെ മുരളീധരനെതിരെ തീർത്തും മനുഷ്യത്വരഹിതമായ, അതായത് നമുക്കറിയാം കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ഒരു ദിവസം പോലും മുടക്കം വരാതെ ഓരോ ദിവസവും വിവിധ മേഖലാ കമ്മിറ്റികളിൽ 10,000-കണക്കിന് പൊതിച്ചോറുകളാണ് കേരളത്തിലെ വിവിധങ്ങളായ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും വിതരണം ചെയ്യുന്നത്. അധികാരത്തിൽ വന്നയുടനെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രവണത ആദ്യം നമുക്കറിയാം പഴയ മുൻ മന്ത്രിയും ഇപ്പോൾ UDFന്റെ MLA കൂടിയായിട്ടുള്ള ജി സുധാകരനാണ് ആദ്യം ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. പിന്നാലെയാണ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ഇതുപോലെ ഇത്തരത്തിൽ അനുവദിക്കില്ല, മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ ഇങ്ങനെ അനുവദിക്കില്ല. അതിനെതിരെ അന്ന് തന്നെ ഇത് എത്രമാത്രം മുമ്പോട്ട് പോകും അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ മുമ്പോട്ട് വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് പരോക്ഷമായി അദ്ദേഹം പറയുകയുണ്ടായി, മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇത്തരം അനുവദിക്കില്ല എന്ന്. നമുക്കറിയാം ഉച്ചയോടെ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഇത് നമുക്കറിയാം വലിയ മന്ത്രിക്ക് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന പിൻവലിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് പിൻവലിക്കാൻ പറഞ്ഞ ന്യായീകരണം ഡിവൈഎഫ്ഐ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമാണ് പറയുന്നത്. ബിഷപ്പിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഈ പറയുന്ന നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞതുപോലെ ഇത് വിവിധങ്ങളായ രാഷ്ട്രീയങ്ങളിൽ പെട്ടവർ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വീടുകളിൽ നിന്ന് വരുന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും വിവേചനവും കാണിക്കുന്നില്ല. അതേ ന്യായീകരണമാണ് മന്ത്രിയും പ്രസ്താവനയിലൂടെ പറയുന്നത്. സർക്കാരിന് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ആലപ്പുഴയിൽ മാത്രമുണ്ടായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കയ്യേറി എന്നൊരു ആരോപണത്തിന്റെ മേൽ അതിനെതിരെയാണ് താൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് നിലനിൽക്കുന്നത്. ആര്യ.